നമസ്കാരം. ഞാൻ സ്വാമി വീതസംഗാനന്ദ, രാമകൃഷ്ണ മഠം ഉണ്ട് അരുണാപുരം പാല. അതിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനാണ്. നമ്മുടെ രാമകൃഷ്ണ മഠത്തിൻ്റെയും ശ്രീരാമകൃഷ്ണ ആദർശ സംസ്കൃത കോളേജിൻ്റെയും ആഭിമുഖ്യത്തിൽ ഈ വരുന്ന ഒക്ടോബർ 20 ദീപാവലി ദിവസം ഒരു സ്കൂൾ കുട്ടികൾക്കായുള്ള കോട്ടയം ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്കായി ഒരു വിവിധ ഇനം മത്സരങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നു. അതായത് ഭഗവത്ഗീത പാരായണം, വിഷ്ണു സഹസ്രനാമ പാരായണം, സുഭാഷിതങ്ങൾ, വിവേകാനന്ദ സൂക്തങ്ങൾ, സംസ്കൃത ഗീതാലാപനം, പ്രസംഗം, ഉപന്യാസ രചന, കുട്ടികൾക്കുള്ള ക്രയോൺസ് KG വിദ്യാർത്ഥികൾക്കായിട്ടുള്ളത്, പിന്നെ പെൻസിൽ ഡ്രോയിങ്ങും വാട്ടർ കളറും, അങ്ങനെ 10 ഐറ്റമാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഈ ഒക്ടോബർ 20 തിങ്കളാഴ്ചയാണ്, രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. പിന്നെ അതിൻ്റെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 10 പിന്നെ അതിൻ്റെ സമ്മാന വിതരണം നടത്തുന്നത് ജനുവരി 10 2ാം ശനിയാഴ്ചയാണ്. അന്ന് നമ്മുടെ റിട്ടയർഡ് ചീഫ് സെക്രട്ടറി ജയകുമാർ IAS വരുന്നതാണ്. അദ്ദേഹമാണ് സമ്മാന വിതരണം ചെയ്യുന്നത്. അന്ന് വിവേകാനന്ദ ജയന്തിയാണ്, തിഥി അനുസരിച്ചുള്ള വിവേകാനന്ദ ജയന്തിയാണ്. ഇത്തരം കാര്യങ്ങളാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് ഡോക്ടർ PV സനീഷ്. അദ്ദേഹം നമ്മുടെ കോളേജിൻ്റെ മെമ്പർ കൂടി, കോളേജ് കമ്മിറ്റിയുടെ മെമ്പറാണ്. രാമകൃഷ്ണ ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിലാണല്ലോ വിവേകാനന്ദ യുവത്തിൻ്റെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല മത്സരങ്ങളും വേളുണ്ടാകില്ല, ലോകമൊട്ടാകെ നടക്കുന്നുണ്ട്. ഇത് വിവേകാനന്ദ ജയന്തിയുടെയും പിന്നെ യുവജന ദിനാഘോഷത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അത് ഇപ്പോൾ എല്ലാ വർഷവും ദീപാവലി ദിവസമാണ് ഇങ്ങനെ മത്സരം തുടരുന്നത്. അതുപോലെ ലോകത്തിനാകെ മാതൃകയായിട്ട് ക്രിസ്മസിൽ ക്രിസ്തുവിൻ്റെ ഫോട്ടോ വെച്ച് പൂജിക്കുകയൊക്കെ ചെയ്യുന്ന, ലോകത്തിനാകെ ഒരു സമാധാനത്തിൻ്റെ സന്ദേശം കൊടുക്കുന്ന ആശ്രമത്തിൽ നിന്ന് ഇങ്ങനെയുള്ളത് ഒരു മതേതര സന്ദേശമാണ്. രാമകൃഷ്ണ മിഷൻ്റെ ആരംഭകാലം തൊട്ട് ലോകമെമ്പാടും ഇത് തുടരുന്ന പരിപാടിയാണ്. പുതുതായിട്ടുള്ളൊരു കാര്യമല്ല. രാമകൃഷ്ണ മിഷൻ്റെ ആരംഭകാലം തൊട്ടേ ഉള്ള, അടുത്ത കാലത്തൊക്കെയായിട്ട് ഇവിടെ അത് പ്രചരിക്കാൻ തുടങ്ങിയത്. ആളുകൾ അറിഞ്ഞു വന്നതാണ്.